എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KSEBയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ട് പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്, KSEBയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി ചെയ്യുന്നതിനായി KSEBയുടെ സ്വന്തം സംവിധാനം വന്നിരിക്കുന്നു. രണ്ടാമത്, ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന ബിൽ തുകയിൽ കുറവ് വരുത്തുന്നതിനുള്ള നടപടി KSEB ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. കാലത്തിനൊത്ത് കോലം മാറാതെ ഇപ്പോഴും പഴയ ചിട്ടകളും വട്ടങ്ങളുമൊക്കെയായി തുടരുന്നു എന്നതാണ് സർക്കാർ സ്ഥാപനങ്ങളെപ്പറ്റി പൊതുവെയുള്ള പരാതി. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ബില്ലുകളും മറ്റും ഓൺലൈനായി അടക്കുവാനും പലവിധ സേവനങ്ങൾക്കും ഓൺലൈനിൽ അപേക്ഷ നൽകുവാനും അതിൻ്റെ പുരോഗതി അറിയുവാനൊക്കെ ഇന്ന് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ ജനങ്ങളുമായി ഏറെ അടുത്ത് സമ്പർക്കം പുലർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ KSEB. മുൻപ് KSEB ബില്ലുകൾ അടക്കുക എന്നത് പലർക്കും ദിവസത്തെ പണിയായിരുന്നു. അതിനാൽ തന്നെ പലരും അടുത്തുള്ള വീടുകളിലെ പയ്യന്മാരോ വയസ്സായ ആളുകളോ ആരെങ്കിലും കറണ്ട് ബിൽ അടക്കുവാൻ പോകുമ്പോൾ അവരെ ബില്ലും പണവും ഏൽപ്പിക്കുകയായിരുന്നു പതിവ്. അവർ ക്യൂ നിന്ന് പല ബില്ലുകൾ ഒന്നിച്ചടച്ച് തിരികെ പോരുമായിരുന്നു. ഓൺലൈൻ വഴി പേയ്മെന്റ് നടത്താം എന്ന നില വന്നതോടുകൂടി ആ ചടങ്ങ് ഏറെക്കുറെ അവസാനിച്ചു. എങ്കിലും ഓൺലൈൻ വഴി പണം അടക്കുവാനും പലർക്കും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ KSEBയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും KSEB മൊബൈൽ ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് അനായാസം നിർവഹിക്കുവാൻ സൗകര്യമൊരുങ്ങിയിരിക്കുന്നു. കിക്കുവേ, അതുപോലെ ഒറ്റ ക്ലിക്കിൽ പരാതി അറിയിക്കുവാനുള്ള സംവിധാനം, ബില്ലുകൾ ഒരുമിച്ചടക്കുവാനുള്ള സൗകര്യം, നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യുവാനുള്ള സൗകര്യം, KSEB സേവനങ്ങൾ നിങ്ങളുടെ വാതിൽപ്പടികളിൽ ലഭ്യമാക്കുവാനുള്ള സൗകര്യം, ബിൽ കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള സൗകര്യം, പഴയ ബില്ലുകൾ കാണുവാനുള്ള സൗകര്യം എന്നിങ്ങനെ KSEBയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക സേവനങ്ങൾക്കും ഈ മൊബൈൽ ആപ്പ് നിങ്ങൾക്കിന്ന് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നിരവധി പുതുമകളും സൗകര്യങ്ങളും ഉൾപ്പെടുത്തി നവീകരിച്ച KSEB മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ iOS അതുപോലെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഇന്ന് KSEB അറിയിച്ചിരിക്കുകയാണ്, KSEBയുടെ പേരിൽ വ്യാജ ആപ്പുകളും മറ്റും ഉപയോഗിച്ച് വ്യാജ ലിങ്കുകൾ ഉപയോഗിച്ചും സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. KSEB ബില്ലടക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞെന്നും ഉടൻ പണം ഇതിനോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അടച്ചില്ലെങ്കിൽ കറന്റ് കട്ട് ചെയ്യുമെന്നും പറഞ്ഞുള്ള വ്യാജ SMS ലിങ്കുകൾ വഴി തട്ടിപ്പ് നടക്കുന്നത് ഇപ്പോൾ വ്യാപകമാണ്. ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കുവാനും KSEBയുടെ ഔദ്യോഗിക ആപ്പ് സഹായിക്കും. ഇതിന്റെ പ്രധാന സൗകര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നാമത്, ബില്ലുകൾ ഒരുമിച്ച് അടക്കാമെന്നതാണ്. അതായത് രജിസ്റ്റേർഡ് ഉപഭോക്താക്കൾക്ക് പല കൺസ്യൂമർ നമ്പറുകളിലുള്ള ബില്ലുകൾ ഒരുമിച്ചടക്കാം. കൺസ്യൂമർ നമ്പറുകൾ ചേർക്കുവാനും ഒഴിവാക്കുവാനും കഴിയും. കൂടാതെ പഴയ ബിൽ, പേയ്മെന്റ്, ഉപയോഗം തുടങ്ങിയ രേഖകൾ പരിശോധിക്കുവാനും അവസരമുണ്ട്. മറ്റൊന്ന് ക്വിക്ക് പേ ആണ്. ആപ്പിൽ ലോഗിൻ ചെയ്യാതെ തന്നെ 13 അക്ക കൺസ്യൂമർ നമ്പറും മൊബൈൽ OTPയും രേഖപ്പെടുത്തി അനായാസം പേയ്മെന്റ് ചെയ്യാം. മറ്റൊന്ന്, വൈദ്യുതി സംബന്ധമായ പരാതികൾ തികച്ചും അനായാസം മൊബൈലിലൂടെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ബിൽ വിവരങ്ങളും വൈദ്യുതി തടസ്സം അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ സംബന്ധിച്ച മുന്നറിയിപ്പുകളും ലഭിക്കുവാൻ ഫോൺ നമ്പറും ഇമെയിലും രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ഉടമസ്ഥാവകാശ മാറ്റം, താരിഫ് മാറ്റം, ലോഡ് മാറ്റം, ഫേസ് മാറ്റം, പോസ്റ്റ് മാറ്റിയിടൽ തുടങ്ങിയ നിരവധി സേവനങ്ങൾ വാതിൽപ്പടിയിൽ ഇതിലൂടെ ലഭ്യമാകും. ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ രേഖപ്പെടുത്തി അനായാസം ഇതിൽ ലോഗിൻ ചെയ്യാം. അതുപോലെ ഉപയോഗത്തിനനുസരിച്ചുള്ള വൈദ്യുതി ബിൽ കണക്കാക്കാം. അങ്ങനെ അധിക ചിലവ് ഒഴിവാക്കാം. നിങ്ങളുടെ പഴയ ബില്ലുകൾ കാണുവാനും ഡൗൺലോഡ് ചെയ്യുവാനും ഈ മൊബൈൽ ആപ്പിലൂടെ സാധിക്കും. ഇത്തരത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യത്തിനുമായി KSEBയുടെ ഈ ആപ്പ് നിങ്ങൾക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. രണ്ടാമത്തെ അറിയിപ്പ്, ജൂൺ ജൂലൈ മാസങ്ങളിൽ കറണ്ട് ബില്ല് കുറയുമെന്നതാണ്. സംസ്ഥാനത്തെ KSEB ഉപയോക്താക്കളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് 6.75% നിരക്കിൽ പലിശ നൽകുമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. ഈ പലിശ തുക മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ബില്ലിൽ കുറവ് ചെയ്താണ് നൽകുകയെന്നും മന്ത്രി അറിയിച്ചു. 600 രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയെങ്കിൽ പലിശയായി 41 രൂപ ലഭിക്കും. ഈ തുക ജൂൺ ജൂലൈ മാസത്തിലെ വൈദ്യുതി ബില്ലിൽ അഡ്ജസ്റ്റ്മെന്റായി കുറക്കും. ബാക്കി തുകയോ അടക്കുവാനുള്ള തുകയായി ബില്ലിൽ കാണിക്കുകയുള്ളൂ എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജൂൺ ജൂലൈ മാസത്തിലെ ബിൽ കിട്ടുമ്പോൾ ഇത്തരത്തിൽ കുറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള ഇൻഫോർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.